Hi friends, welcome to my new video. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ടുഡേ ഐ വിൽ ടെൽ യു എവറിത്തിങ് ഐ നോ അബൌട്ട് ഗുവാഷ് പെയിൻറ്റ്. അപ്പോൾ ഈ കാണാനാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗുവാഷ് പെയിൻറ്റ്. പിന്നെ ഈ ടേബിൾ ഡെക്കോർ എങ്ങനെയുണ്ട്? ഇത് ഞാൻ ക്ലേ വെച്ചുണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സ്കെച്ച് ബുക്ക്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ഒക്കെ ഈ ഗുവാഷ് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന പെയിൻറ്റിങ് ഈ ഒരു അമ്പൽക്കുളം പെയിൻറ്റിംഗ് ആണ്. ഞാൻ എപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കും, ജസ്റ്റ് ബ്രഷസ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചൊന്ന് ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളോട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഗുവാഷ് പെയിൻറ്റിനെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഗുവാഷ് പെയിൻറ്റിനെ കുറിച്ച് മൊത്തമൊന്നുമല്ല, കാരണം ഞാനും ഇപ്പോൾ ഈ ഗുവാഷ് പെയിൻറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഞാൻ പെയിൻറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ഞാൻ ആക്രിലിക് പെയിൻറ്റ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് വീഡിയോസൊക്കെ ഗുവാഷ് പെയിൻറ്റ് കണ്ടപ്പോഴാണ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഐ ഷുഡ് ട്രൈ ദിസ് എന്ന് തോന്നിയത്. അപ്പോൾ ഈ ആക്രിലിക് പെയിൻറ്റ്സും അതുപോലെ ഗുവാഷ് പെയിൻറ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ആക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മളത് പുറത്തെടുത്ത് വെച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ഒരു എന്താ പറയുക, സോളിഡായി പോവും. പക്ഷേ ഗുവാഷ് പെയിൻറ്റ് നമ്മൾ പുറത്ത് വെച്ചത് ഡ്രൈ ആയാലും അത് വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പുറത്ത് വെച്ച് കുറച്ച് ഡ്രൈ ആയാലും കുഴപ്പമില്ല, വെള്ളം യൂസ് ചെയ്ത് നമുക്ക് വീണ്ടും പെയിൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. പക്ഷെ അതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു, നമ്മളുടെ പെയിൻറ്റിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം പോവുക, അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാൽ അതും നമ്മളുടെ പെയിൻറ്റിങ്ങിന് പ്രശ്നമാണ്. കാരണം വാട്ടർ റീആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ അത് കൊളാവും. സോ ദാറ്റ്സ് എ പോയിന്റ്. പിന്നെ ഈ ഗുവാഷ് പെയിൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റ് ലുക്കാണ്, അതായത് ഒരു ഗ്ലോസി ഒരു ലുക്കല്ല. ആക്രിലിക് പെയിൻറ്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ലുക്കാണ്, നമുക്കൊരു ചെറിയ ഷൈനിങ് ആയിട്ട് ഇങ്ങനെ തോന്നും. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു മാറ്റ് ഫിനിഷാണ് ഇതിന് വരിക. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്കെച്ച് ബുക്കിൽ ചെയ്ത പോലത്തെ പെയിൻറ്റിങ്സിന് ഇതുപോലെ ഗുവാഷ് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാണ് നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ചില സീനറി ഒക്കെ ഉണ്ട്, അതിനൊക്കെ ആക്രിലിക്സ് ആയിരിക്കും ഒന്നുകൂടെ സ്യൂട്ടബിൾ ആവുക. ആൻഡ് നമ്മളുടെ ഈ ഒരു റിയലിസ്റ്റിക് പെയിൻറ്റിംഗ് ഒക്കെ അല്ലേ, അതിനും ആക്രിലിക്സ് ആണ് കേട്ടോ നല്ലത്. കാരണം അതാവുമ്പോഴാണ് ആ റിയൽ ലുക്ക് വരിക. പക്ഷേ ഗുവാഷ് പെയിൻറ്റ് ചെയ്ത ഈ ഒരു മാറ്റ് ലുക്ക് ആവുമ്പോൾ നമുക്കത് എത്ര റിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല. പിന്നെ നമ്മളുടെ ഈ ഗുവാഷ് പെയിൻറ്റ് കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ടൈം എടുക്കുമെന്ന് മനസ്സിലാവാൻ. അതായത് നമ്മൾ കുറച്ച് പെയിൻറ്റ് എടുക്കും, അത് നമ്മളുടെ പേപ്പറിൽ അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതൊന്നുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡിലേക്ക് പോകും. ഇതോ അത് ബ്ലാക്ക് ആണെങ്കിൽ കൂടി നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് ചെയ്താലും ഒരു ലൈറ്റർ കളറായി മാറും. അപ്പോൾ ഈ പെയിൻറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്യുമ്പോഴും ഞാനിവിടെ ബ്ലാക്ക് യൂസ് ചെയ്ത സ്ഥലത്തൊക്കെ 2 തവണ അപ്ലൈ ചെയ്തു, ഒന്നുകൂടെ ഒന്ന് ഡാർക്കർ ആവാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യത്തെ ലെയർ അപ്ലൈ ചെയ്തപ്പോൾ അതങ്ങ് എന്താ പറയുക, ഒന്നുകൂടെ ലൈറ്റർ ഷെയ്ഡായി പോയി. അപ്പോൾ നിങ്ങൾ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള പെയിൻറ്റ് എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്ത കുറച്ച് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ആൻഡ് അനദർ മെറിറ്റ് ഓഫ് ദിസ് ഗുവാഷ് പെയിൻറ്റ് ഇസ്, നമുക്കിതിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്താൽ വാട്ടർ കളറിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാം. നമ്മളുടെ വാട്ടർ കളർ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ, കാരണം നമ്മളെ വാട്ടർ കളറിലൊക്കെ ഉള്ളതും ഈ ഒരു മാറ്റ് ലുക്കല്ലേ, അതുപോലെ തന്നെയാണ് അതിൽ കിട്ടുക. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലത്തെ പെയിൻറ്റിങ്ങിലൊന്നും നമ്മൾ അത്ര കുറേ വാട്ടർ യൂസ് ചെയ്യില്ല. പക്ഷേ വാട്ടർ കളർ റെഫറൻസ് ഒക്കെ എടുത്ത് നമ്മൾ വരയ്ക്കാനിരുന്നാൽ ഇതിൽ കുറച്ചുകൂടെ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗുവാഷ് പെയിൻറ്റിൽ അങ്ങനെയല്ല, നമുക്ക് ഒന്നിൻ്റെ മുകളിലൊന്നും ചെയ്യാം. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതിലുള്ള ലീഫിൻ്റെ മുകളിലായിട്ട് ഞാൻ വാട്ടർ ലില്ലി പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ ലീഫ് നമുക്ക് കാണില്ല, കാരണം കുറച്ച് തിക്കായിട്ടുള്ള പെയിൻറ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിയ വാട്ടർ കളറായി പോവും, കുറഞ്ഞ നേരെ പെയിൻറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഗുവാഷ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ സ്കെച്ച് ബുക്കിലാണെങ്കിലും പേപ്പറിലാണെങ്കിലും അത് നല്ല രീതിക്ക് തന്നെ സ്റ്റോർ ചെയ്യണം. ഒരു ചെറിയ വാട്ടർ കണ്ടൻറ്റ് തന്നെ അതിനെ മൊത്തത്തിൽ മാറ്റി വരയ്ക്കും. സോ ബി കെയർഫുൾ. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ത് വേണമെങ്കിലും ചെയ്തോ. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. ബൈ ബൈ.